നാട്ടിൻ പുറത്തൊക്കെ ചായക്കടയിൽ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു മണമുണ്ട്. പഴംപൊരിയുടെയും വടയുടെയും പരിപ്പ് വടയും പഴം കേക്കിൻ്റെയും ഒക്കെ ഒരു ചൂടുള്ളൊരു മണവും നല്ല ചായയുടെ മണവും. നമുക്ക് അങ്ങനെയുള്ളൊരു ഉഴുന്ന് വട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. വീട്ടിലുള്ള കുറച്ച് ചേരുവകളം മതി കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അതിനായിട്ട് നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. നന്നായിട്ട് കുതിർത്തെടുക്കണേ. 1 കപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുതിർത്തെടുക്കാം. 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കുതിർത്തെടുത്ത് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അതിനാണ് മിക്സിയുടെ ജാറിലിടുന്നത്. അതിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും നമുക്കതിനെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. കയ്യിലെടുക്കുക. പണ്ട് അമ്മച്ചിമാരൊക്കെ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ആട്ടുകല്ലിട്ടൊക്കെ അരച്ച് ആണ് എണ്ണയിലിട്ട് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അത് വേറൊരു രുചി തന്നെയാണ്. നമുക്ക് ഇതുപോലെ സെക്കൻഡ് ബാച്ചും 2 പ്രാവശ്യമായിട്ടാണ് ഞാനിട്ട് അരയ്ക്കുന്നത്. ആ സെക്കൻഡ് ബാച്ചും ഇതുപോലെ ഇതിലിട്ട് അരച്ച് നന്നായിട്ട് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്ന് അറിയാനായിട്ട് നോക്കാം. ആദ്യം എന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഞാൻ കുറച്ച് ജീരകവും കൂടെ നല്ല ജീരകവും കൂടെ ചേർത്തിട്ടുണ്ടേ. അത് കുറച്ച് തേങ്ങാക്കൊത്ത് എൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടെ ഉപ്പും ഇട്ട് ലേശം അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല തിക്കായിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് ആ കുഴച്ചെടുത്ത് ഇരിക്കുന്ന ബാറ്റർ കറക്റ്റാണോ എന്നറിയാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് നമുക്കതിലേക്ക് ഉണ്ടയായിട്ട് ഇട്ട് നോക്കാം. അത് പിരുന്ന് പോവാതെ കറക്റ്റ് കിടക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഈ തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എണ്ണയിലോട്ട് ഇതിടപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടൂ. അതിനുശേഷം പാം ഓയിൽ ഒഴിച്ച്, പാം ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പാം ഓയിലെടുത്ത് അത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉഴുന്ന് വടയ്ക്ക് വേണ്ട ഉഴുന്ന് മാവെടുത്ത് കയ്യിൽ വെച്ച് അതിന് ഒരു നടുക്ക് റൗണ്ട് ഷേപ്പാക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ തന്നെ ഒരു മണം, നല്ലൊരു മണം. നമ്മളെ വീട് മുഴുവനാണ് കേട്ടോ പരക്കുന്നത്, നല്ലൊരു മണം. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇതിനെ എണ്ണ വാർത്ത് എടുക്കുന്നു. അതിനുശേഷം ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് കോരിയിട്ടതിന് ശേഷം നമുക്ക് ചൂടോടെ കഴിക്കാൻ കഴിയും. അതിലേക്ക് കോമ്പാക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സാമ്പാറായാൽ സാമ്പാർ വട, ചമ്മന്തി ആയാൽ ചമ്മന്തി വട, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. നല്ല ചൂടോടെയുള്ള ക്രിസ്പ്നെസ്സിയായ വട.